ഇന്ത്യയുടെ 78ാമത് കരസേനാ ദിനാഘോഷം 2026 ജനുവരി 15-ന് എവിടെയാണ് നടന്നത്? ഉത്തരം: ഇന്ത്യയുടെ 78ാമത് കരസേനാ ദിനാഘോഷം 2026 ജനുവരി 15-ന് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് നടന്നത്. സംസ്ഥാനത്തെ തടവുകാരുടെ വേതന വർധന എപ്രകാരമാണ്? ഉത്തരം: വിദഗ്ധ തൊഴിലാളികളുടെ വേതനം 168 രൂപയിൽ നിന്ന് 620 രൂപയായും ഭാഗിക വൈദഗ്ധ്യ തൊഴിലാളികളുടെ വേതനം 127 രൂപയിൽ നിന്ന് 560 രൂപയായും ഒട്ടും വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളികളുടെ വേതനം 63 രൂപയിൽ നിന്ന് 530 രൂപയായും വർദ്ധിപ്പിച്ചു. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഉത്തരം: മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം ശാരദയ്ക്കാണ് ലഭിച്ചത്. 1968 തുലാഭാരം, 1972 സ്വയംവരം, 1977 നിമജ്ജന, ഇത് തെലുഗു സിനിമയാണ്, എന്നീ സിനിമകളിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ശാരദയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 2025 സമാധാന നൊബേൽ ജേതാവ് മരിയ കൊറീന മച്ചാഡോ തനിക്ക് ലഭിച്ച സമ്മാനം ആർക്കാണ് കൈമാറിയത്? ഉത്തരം: 2025 സമാധാന നൊബേൽ ജേതാവ് മരിയ കൊറീന മച്ചാഡോ തനിക്ക് ലഭിച്ച സമ്മാനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ് കൈമാറിയത്. 30 വയസ്സിന് ശേഷം 500 ഗോൾ തികയ്ക്കുന്ന ആദ്യ പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന നേട്ടം കൈവരിച്ചതാര്? ഉത്തരം: പോർച്ചുഗീസ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് 30 വയസ്സിന് ശേഷം 500 ഗോൾ തികയ്ക്കുന്ന ആദ്യ പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന നേട്ടം കൈവരിച്ചത്. സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പേര് കേരള എന്നത് മാറ്റി കേരളം എന്നാക്കാൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതെന്ന്? ഉത്തരം: 2026 ഫെബ്രുവരി 24-നാണ് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പേര് കേരള എന്നത് മാറ്റി കേരളം എന്നാക്കാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളാര്? ഉത്തരം: ജമ്മു കശ്മീർ. അവരുടെ പ്രഥമ കിരീടമാണിത്. അവർ ഫൈനലിൽ കർണാടകയെയാണ് തോൽപ്പിച്ചത്. വേദി കർണാടകയിലെ ഹുബ്ബള്ളിയാണ്. ഫൈനലിലെ താരം ജമ്മു കശ്മീരിലെ ശുഭം പുണ്ടീർ ആണ്. ടൂർണമെൻറ്റ് താരമായി ജമ്മു കശ്മീരിലെ അക്യുബ് നബി തിരഞ്ഞെടുക്കപ്പെട്ടു. ഗുജറാത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ 2ാം സംസ്ഥാനം ഏത്? ഉത്തരം: രാജസ്ഥാനാണ് ഗുജറാത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ 2ാം സംസ്ഥാനം. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ത്യൻ റെയിൽവേ വിന്യസിച്ച ഹ്യൂമനോയിഡ് റോബോട്ട് ഏത്? ഉത്തരം: ASC അർജുൻ ആണ് യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ത്യൻ റെയിൽവേ വിന്യസിച്ച ഹ്യൂമനോയിഡ് റോബോട്ട്. 2026 ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യമേത്? ഉത്തരം: ജർമ്മനിയാണ് 2026 ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യം. അന്യഗ്രഹങ്ങളെ കണ്ടെത്താൻ നിർമ്മിച്ച നാസയുടെ നിർമ്മിത ബുദ്ധി മോഡൽ ഏത്? ഉത്തരം: എക്സോമൈനർ പ്ലസ് ആണ് അന്യഗ്രഹങ്ങളെ കണ്ടെത്താൻ നിർമ്മിച്ച നാസയുടെ നിർമ്മിത ബുദ്ധി മോഡൽ. ഇൻസ്റ്റഗ്രാമിൽ 10 കോടി ഫോളോവേഴ്സിനെ നേടുന്ന ആദ്യ ഭരണാധികാരിയും രാഷ്ട്രീയ പ്രവർത്തകനുമായ വ്യക്തിയാര്? ഉത്തരം: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇൻസ്റ്റഗ്രാമിൽ 10 കോടി ഫോളോവേഴ്സിനെ നേരിടുന്ന ആദ്യ ഭരണാധികാരിയും രാഷ്ട്രീയ പ്രവർത്തകനുമായ വ്യക്തി. 77ാം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ മുഖ്യാതിഥികൾ ആരെല്ലാമായിരുന്നു? ഉത്തരം: 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളായ ഉർസുല വോൺ ഡെർ ലെയ്ൻ, അന്റോണിയോ കോസ്റ്റ എന്നിവരായിരുന്നു മുഖ്യാതിഥികൾ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ശിലാചിത്രങ്ങൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഉത്തരം: ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ശിലാചിത്രങ്ങൾ ഇന്തോനേഷ്യയിലെ മുന ദ്വീപിൽ നിന്നാണ് കിട്ടിയത്. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും
കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിവരങ്ങൾ നേരിട്ട് ജനപ്രതിനിധികളിലേക്ക് എത്തിക്കാനുമായി കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം പുറത്തിറക്കിയ വാട്സാപ്പ് അധിഷ്ഠിത ചാറ്റ് ബോട്ട് ഏത്? ഉത്തരം പഞ്ചം ആണ്. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിവരങ്ങൾ നേരിട്ട് ജനപ്രതിനിധികളിലേക്ക് എത്തിക്കാനുമായി കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം പുറത്തിറക്കിയ വാട്സാപ്പ് അധിഷ്ഠിത ചാറ്റ് ബോട്ട്. 2026 AI ഇമ്പാക്റ്റ് ഉച്ചകോടി നടന്നതെവിടെ? ഉത്തരം ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് 2026 AI ഇമ്പാക്റ്റ് ഉച്ചകോടി നടന്നത്. 12ാം സംസ്ഥാന ശമ്പള കമ്മീഷൻ്റെ ചെയർമാൻ ആര്? ഉത്തരം VP ജോയ് ആണ് 12ാം സംസ്ഥാന ശമ്പള കമ്മീഷൻ്റെ ചെയർമാൻ. 2026 ജനുവരി 5 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്ത തീരസംരക്ഷണ സേനയുടെ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏത്? ഉത്തരം ICGS സമുദ്ര പ്രതാപാണ് 2026 ജനുവരി 5 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്ത തീരസംരക്ഷണ സേനയുടെ മലിനീകരണ നിയന്ത്രണ കപ്പൽ. ആധാറിൻ്റെ പുതിയ ഔദ്യോഗിക ചിഹ്നത്തിന് ഉദയ് എന്ന പേര് നിർദ്ദേശിച്ചതാര്? ഉത്തരം ഭോപ്പാൽ സ്വദേശിയായ റിയ ജെയിൻ ആണ് ആധാറിൻ്റെ പുതിയ ഔദ്യോഗിക ചിഹ്നത്തിന് ഉദയ് എന്ന പേര് നിർദ്ദേശിച്ചത്. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ നിശ്ചല ദൃശ്യങ്ങൾക്കുള്ള സമ്മാനം ആർക്കെല്ലാം ലഭിച്ചു? ഉത്തരം 1ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കായിരുന്നു. പ്രമേയം ഗണേശോത്സവം ആത്മനിർഭരതയുടെ പ്രതീകം. 2ാം സ്ഥാനം ജമ്മു കാശ്മീരിനായിരുന്നു. പ്രമേയം കരകൗശല വസ്തുക്കളും നാടൻ നൃത്തങ്ങളും. 3ാം സ്ഥാനം കേരളത്തിനായിരുന്നു. പ്രമേയം ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചി വാട്ടർ മെട്രോയും. ഇന്ത്യൻ നാവികസേനയുടെ ഏത് പരിശീലന കപ്പലാണ് ജനുവരി 20 ലോക പര്യടനത്തിന്, അതായത് ലോകയാൻ 2026 പുറപ്പെട്ടത്? ഉത്തരം ഇന്ത്യൻ നാവികസേനയുടെ INS സുദർശിനി എന്ന പരിശീലന കപ്പലാണ് ജനുവരി 20 ലോക പര്യടനത്തിന്, അതായത് ലോകയാൻ 2026 പുറപ്പെട്ടത്. അയൺ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്ന കായിക താരം ആര്? ഉത്തരം സൈന നെഹ്വാൾ ആണ് അയൺ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്ന കായിക താരം. ഇവരുടെ ആത്മകഥ പ്ലേയിങ് ടു വിൻ മൈ ലൈഫ് ഓൺ ആൻഡ് ഓഫ് കോർട്ട് എന്നതാണ്. 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ നിർവഹണ ഏജൻസി അധ്യക്ഷയായി ചുമതലയേറ്റതാര്? ഉത്തരം PT ഉഷയാണ് 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ നിർവഹണ ഏജൻസി അധ്യക്ഷയായി ചുമതലയേറ്റത്. ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്നതെവിടെ? ഉത്തരം 1930 കാനഡയിലെ ഹാമിൽട്ടണിലാണ് ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഇന്ത്യ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് എന്ന്? ഉത്തരം 2010 ഇന്ത്യ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത്. വേദി ഡൽഹിയായിരുന്നു. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിയുടെ രചയിതാവാര്? ഉത്തരം മാധവ് ഗാഡ്ഗിലാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിയുടെ രചയിതാവ്. സംസ്ഥാനത്തെ 4-7 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന LSS USS സ്കോളർഷിപ്പുകളുടെ പുതിയ പേരെന്ത്? ഉത്തരം സംസ്ഥാനത്തെ 4-7 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന LSS USS സ്കോളർഷിപ്പുകളുടെ പുതിയ പേര് CM കിഡ്സ് സ്കോളർഷിപ്പ് എന്നാണ്. തൃശ്ശൂരിൽ നടന്ന 64ാമത്, അതായത് 2025-26 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കൾ ആരായിരുന്നു? ഉത്തരം തൃശ്ശൂരിൽ നടന്ന 64ാമത്, അതായത് 2025-26 കാലയളവിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം കണ്ണൂർ ജില്ലയും 2ാം സ്ഥാനം തൃശ്ശൂർ ജില്ലയും 3ാം സ്ഥാനം കോഴിക്കോട് ജില്ലയും കരസ്ഥമാക്കി. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാം സമ്മേളനം നടന്നതെവിടെ? ഉത്തരം കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാം സമ്മേളനം ന്യൂഡൽഹിയിലാണ് നടന്നത്. തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ മെർക്കോസൂർ ഏത് അന്താരാഷ്ട്ര സംഘടനയുമായാണ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചത്? ഉത്തരം
തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ മെർക്കോസൂർ യൂറോപ്യൻ യൂണിയൻ എന്ന അന്താരാഷ്ട്ര സംഘടനയുമായാണ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചത്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 56-ാം വാർഷിക സമ്മേളനം നടന്നതിവിടെ? ഉത്തരം ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 56-ാം വാർഷിക സമ്മേളനം നടന്നത് സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ്.